അഴീക്കോട് മുൻപം പാലം നിർമ്മാണത്തിന്റെ സ്റ്റേ നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സായാഹ്ന ധർണ. തൃശൂർ, എറണാകുളം ജില്ലയിലെ തീരദേശ നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് അഴീക്കോട് മുനമ്പം പാലം. മുനമ്പത്ത് പുഴയോട് ചേർന്ന കരഭാഗത്ത് പില്ലർ സ്ഥാപിക്കേണ്ട സ്ഥലത്ത് സ്ഥല ഉടമയായ സ്വകാര്യ വ്യക്തി നഷ്ടപരിഹാര തുക സംബന്ധിച്ച് തർക്കം ഉന്നയിക്കുകയും ഭൂമി വിട്ടു നൽകാതെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ഇതുമൂലം അവിടെ പില്ലർ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. 2022 മെയ് 31 സ്ഥലം ഉടമ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് സ്റ്റേ അനുവദിച്ചത്. 20/6/2022 സ്റ്റേ ലഭിച്ചിട്ടും അത് ഒഴിവാക്കാൻ സർക്കാർ കൃത്യമായ മറുപടി നൽകാതിരുന്നത് മൂലം 2 വർഷത്തോളമായി സ്റ്റേ നീട്ടിക്കൊണ്ടുപോകുവാൻ ഹർജിക്കാരന് കഴിഞ്ഞു. ഇതുമൂലം തർക്കസ്ഥലം ഏറ്റെടുക്കുവാൻ റവന്യൂ വകുപ്പ് അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സർക്കാർ സംവിധാനമോ ജനപ്രതിനിധികളോ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ സ്റ്റേ ഒഴിവാക്കുവാൻ പറ്റുമായിരുന്നു. നിർദ്ദിഷ്ട സ്ഥലം പുറമ്പോക്കാണോ അല്ലയോ എന്ന് റവന്യൂ അധികൃതർ തീർപ്പ് കൽപ്പിച്ച് നഷ്ടപരിഹാരം നിശ്ചയിച്ച് തീർപ്പാക്കാവുന്ന കേസാണ് ഇങ്ങനെ കോടതിയിൽ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് ഇനിയും നീണ്ടാൽ അത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കും. പാലം നിർമ്മാണത്തിനെതിരെ മുനമ്പത്ത് നിന്നും ചില സംഘടനകൾ നേരത്തെയും കേസുകൾ ഫയൽ ചെയ്തിരുന്നെങ്കിലും അഴീക്കോട് മുനമ്പം പാലം സമരസമിതി പ്രസ്തുത കേസുകളിൽ കക്ഷി ചേർന്ന് സമർത്ഥമായി വാദിച്ചതിനാൽ അവർക്ക് വിജയിക്കുവാനായില്ല. പാലം നിർമ്മാണത്തിന് 143 കോടി രൂപയുടെ ടെൻഡർ ഉറപ്പിച്ചിട്ടും അത് അംഗീകരിക്കാതെ വീണ്ടും ടെൻഡർ വിളിക്കാൻ PWD ശ്രമിച്ചപ്പോൾ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന സമരസമിതി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകുകയുണ്ടായി. റീടെൻഡർ ചെയ്താൽ നിർമ്മാണ ചെലവ് 200 കോടിയായി വർദ്ധിക്കുമെന്നും നിർമ്മാണ നടപടികൾ വീണ്ടും നീളുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ സമരസമിതിക്ക് കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം 143 കോടിയുടെ നിർദ്ദിഷ്ട ടെൻഡർ തന്നെ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കായി 40-ൽ പരം നിവേദനങ്ങൾ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിലായി സമരസമിതി നൽകിയിട്ടുണ്ട്. പുറമെ കൊടുങ്ങല്ലൂർ കോടതി അദാലത്തിൽ റവന്യൂ, PWD, ഫിഷറീസ്, കിഫ്ബി, തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരെ എതിർകക്ഷികളാക്കി 2016 മുതൽ 3 കേസുകൾ നൽകുകയും ഓരോ മാസവും ഈ വകുപ്പ് ഉദ്യോഗസ്ഥർ കൊടുങ്ങല്ലൂർ കോടതിയിൽ അദാലത്തുകളിൽ നേരിട്ടെത്തി അതാത് വകുപ്പുകളെടുത്ത് നടപടികൾ റിപ്പോർട്ടായി കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പ്രത്യക്ഷ സമര പരിപാടികളും സമരസമിതി പാലത്തിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലം കൂടിയായിട്ടാണ് പാലം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തത്. മുനമ്പത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ സ്റ്റേ എത്രയും വേഗം നീക്കിയെങ്കിൽ മാത്രമേ നിശ്ചയിച്ച സമയത്ത് പാലം പണി പൂർത്തിയാക്കുവാൻ സാധിക്കൂ. അതിന് റവന്യൂ വകുപ്പും ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. എത്രയും വേഗം മുനമ്പത്തെ സ്റ്റേ നടപടികൾ ഒഴിവാക്കി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 20 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അഴീക്കോട് ജെട്ടിയിൽ സമരസമിതി സായാഹ്ന ധർണ നടത്തും. ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് ACPM ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ CC സാജൻ ധർണ ഉദ്ഘാടനം ചെയ്യും. സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിക്കും. സമരസമിതി നേതാക്കൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ധർണയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കും. അഴീക്കോട് മുനമ്പം പാലം സമരസമിതിക്ക് വേണ്ടി PA സതീശൻ മാസ്റ്റർ ചെയർമാൻ, സംഘാടക സമിതി, KM മുഹമ്മദ് ഉണ്ണി കൺവീനർ, സമരസമിതി EK സോമൻ മാസ്റ്റർ കോർഡിനേറ്റർ സമരസമിതി എന്നിവർ അറിയിച്ചു.